LDF വടകര പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ വികസന രേഖ പ്രകാശനം ചെയ്തു. TP രാമകൃഷ്ണൻ MLA, വത്സൻ പനോളി, MK ഭാസ്കരൻ, TK രാജൻ മാസ്റ്റർ, C ഭാസ്കരൻ, CK നാടു, KT കുഞ്ഞിക്കണ്ണൻ തുടങ്ങി 15 പേർ ചേർന്ന പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് വികസന രേഖ പ്രകാശനം ചെയ്തത്. വടകരയുടെ സമഗ്രമായ വികസനത്തിന് ഊന്നൽ നൽകുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന രേഖ. കാർഷിക മേഖലയുടെ നവീകരണം, ജലഗതാഗതം, ഗതാഗത സൗകര്യങ്ങളുടെയും ടൗൺഷിപ്പുകളുടെയും വികസനം, തൊഴിൽ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ, മത്സ്യമേഖലയുടെ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിങ്ങനെ സർവ്വതല സ്പർശിയായ വികസനം മുന്നോട്ട് വയ്ക്കുന്നതാണ് LDFന്റെ വികസന രേഖ. പ്രവാസികളുടെ ആശയപരവും സാമ്പത്തികവുമായ സഹകരണത്തോടുകൂടി വടകരയുടെ സമഗ്ര വികസനം വിഭാവനം ചെയ്യുന്ന പ്രവാസി മിത്രം പദ്ധതി, നാളികേര കർഷകരുടെ പുരോഗതിക്കായി കേരോദ്യാനം പദ്ധതി, ചരിത്രപരവും സാംസ്കാരികവുമായ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ടൂറിസം മേഖലയെ കൂടി ഉൾപ്പെടുത്തി സാംസ്കാരിക ഇടനാഴി എന്നിങ്ങനെ നിരവധിയായ പുതിയ പദ്ധതികൾ വികസന രേഖയിൽ പറയുന്നുണ്ട്. നാളികേരം, റബ്ബർ ഉൾപ്പെടെയുള്ള നാണ്യവിളകൾ ഇതെല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി തൊഴിലും വ്യവസായവും വികസിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ടൂറിസത്തിൻ്റെ സാധ്യത വളരെ വലുതാണ്. ഈ പാർലമെൻറ്റ് മണ്ഡലം സ്ഥിതി ചെയ്യുന്ന തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കൊയിലാണ്ടി, പേരാമ്പ്ര, നാദാപുരം, കുറ്റ്യാടി ഈ മണ്ഡലങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ വിവിധ കേന്ദ്രങ്ങൾ ടൂറിസം പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളാണ്. ഇതിനെല്ലാം സംയോജിപ്പിക്കുന്ന ഒരു പ്രവർത്തന പദ്ധതിയും ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷക്കാലമായി അടിസ്ഥാന വികസന രംഗത്തും മനുഷ്യവിഭവശേഷി വികസന രംഗത്തുമുള്ള കേന്ദ്ര പദ്ധതികളൊന്നും വടകരയിൽ നടപ്പിലാക്കിയിട്ടില്ല. യുവജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനുതകുന്ന കേന്ദ്ര പദ്ധതികളും വടകരയിൽ എത്തിയിട്ടില്ല. വികസനങ്ങളൊന്നും ലഭിക്കാത്ത മണ്ഡലമാണ് വടകരയെന്നും ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 8 വർഷം കൊണ്ട് 1716 കോടിയുടെ നിക്ഷേപങ്ങളാണ് മണ്ഡലത്തിൽ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയതെന്നും TP രാമകൃഷ്ണൻ MLA പറഞ്ഞു. ഇപ്പോൾ ഈ 7 മണ്ഡലങ്ങളിലും കൈവരിച്ചിട്ടുള്ള പശ്ചാത്തല സൗകര്യ മേഖലയിൽ കൈവരിച്ചുള്ള നേട്ടങ്ങൾ കൂടി ഉപയോഗിക്കുമ്പോൾ നാടിൻ്റെ വികസനത്തിന്, വൻതോതിൽ തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന്, നാടിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വലിയ തോതിലുള്ള സാധ്യതകളാണ് തുറന്നു വരുന്നത്. അതെല്ലാം ശരിയായ നിലയിൽ ഉപയോഗിച്ച് ജനക്ഷേമ നടപടികളിലേക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.